ജീവിതത്തിൽ ഏതൊരു വിഷയത്തിൽ നാം ഇറങ്ങിത്തിരിച്ചാലും നമ്മുടെ ഹൃദയം വല്ലാതെ അലപായാറുണ്ട്. നാം ചെയ്യുന്നത് ശരിയോ തെറ്റോ, നാം ഇത് ചെയ്യണമോ ചെയ്യണ്ടയോ, പോകണമോ പോകണ്ടയോ എന്ന് വല്ലാതെ നമ്മുടെ ഹൃദയം ചഞ്ചലപ്പെടുകയും നാം പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഒരു മറുപടിയായി അതിൻ്റെ ആ ഒരു കാര്യത്തിൻ്റെ ആൻസർ ഒരുപക്ഷെ നാം കേൾക്കുന്ന പ്രസംഗത്തിൽ കൂടെയോ അല്ലെങ്കിൽ നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും വാക്യങ്ങൾ നമുക്ക് തന്നോ, അല്ലെങ്കിൽ നാം ബൈബിൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിലൊരു വാക്യം നമുക്ക് തന്നോ, കർത്താവ് അതിനെ സ്ഥിരപ്പെടുത്തും, നാമും സ്ഥിരമായിരിക്കും. പക്ഷേ ചില മണിക്കൂറുകളോ അല്ലെങ്കിൽ ചില ദിവസങ്ങളോ കഴിയുമ്പോൾ വീണ്ടും ഹൃദയത്തിൽ ഒരു വല്ലാതെ ചിന്ത നമ്മെ അലട്ടാറുണ്ട്. നാം ചെയ്യുന്നത് ശരിയോ തെറ്റോ, ഈ കാര്യത്തിന് പോകണമോ പോകണ്ടയോ, ഞാൻ ഈ വിവാഹം നടത്തണമോ നടത്തണ്ടയോ, ഇങ്ങനെ പല കണക്കിലുള്ള അവിശ്വാസമായ ഒരു തോട്ട് നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. പക്ഷേ അപ്പോസ്തലൻ പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ 3-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഇങ്ങനെയുള്ള അവിശ്വാസമുള്ള ദുഷ്ടഹൃദയത്തെ നീക്കിക്കളയണം എന്ന് പറയുകയാണ്. എൻ്റെ പ്രിയ ദൈവമക്കളെ, നാം നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് അതിൻ്റെ ഒരു മറുപടിയായിട്ട് വചനവുമായിട്ട് കർത്താവ് നമ്മോട് സംസാരിച്ച് കഴിയുമ്പോൾ നാം നിർബന്ധമായിട്ടും അതിനെ വരാതവണ്ണം ദൈവത്തോട് പ്രാർത്ഥിച്ച് അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയം നമ്മുടെ ജീവിതത്തിൽ വരാതവണ്ണം സൂക്ഷിക്കണമെന്ന് പൗലോസ് പറയുന്നു. അതേപോലെ ജീവിപ്പാൻ നമുക്ക് ദൈവം കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും നാം അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തുവാൻ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുവാൻ നമുക്ക് കഴിയാതെ നാം നിൽക്കുന്ന സമയത്തിൽ നമുക്ക് വചനങ്ങളിൽ കൂടെയും കർത്താവെ സ്വപ്നത്തിൽ കൂടെയും പ്രസംഗത്തിൽ കൂടെയും നമുക്ക് തരുന്ന ആ ഒരു നിൻ്റെ വാഗ്ദത്തങ്ങളെ ഞങ്ങൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുവാനും അത് വിശ്വാസത്തോടെ കൈക്കൊള്ളുവാനുമുള്ള കൃപയും ജ്ഞാനവും ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേൾക്കണം. നല്ല പിതാവേ, ആമേൻ.